എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റവ ഉപ്മാവിൻ്റെ റെസിപ്പിയാണ്. റവ ഉപ്മാവ് ഉണ്ടാക്കാൻ അറിയാത്തവരായിട്ട് ആരുമില്ല. ഇന്ത്യയിലായാലും പുറത്തായാലും ഇത് ഉണ്ടാക്കാൻ അറിയാത്ത ആളുകളുണ്ടാവില്ല. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു കുഞ്ഞു ടിപ്സായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു 200 ഗ്രാം റവയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് വറുത്ത റവയാണ്. പിന്നെ ഇതിലേക്ക് ഉഴുന്നുപരിപ്പ്, പൊട്ടുകടല, ഞാൻ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്, പച്ചമുളക്, ഇഞ്ചി, ക്യാരറ്റ്, കരിവേപ്പില. പിന്നെ വേണ്ട നമ്മൾക്ക് കുറച്ച് കടുകും ഓയിലാണ്. അപ്പോൾ എടുത്തത് മുഴുവനായിട്ട് നമ്മൾ കട്ട് ചെയ്തിടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ആദ്യം 1 സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ വീണ്ടും 1 സ്പൂൺ വെളിച്ചെണ്ണ അല്ലാത്തൊരു ഓയിലായാലും ഉപയോഗിക്കാം. അത് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുക. അതൊന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ 1 സ്പൂൺ പൊട്ടുകടല ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, കരിഞ്ഞു പോകാതെ ഇരിക്കണം. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ ആ ചുവന്നുള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും അധികം മൂത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ 1 സ്പൂണിലധികം ക്യാരറ്റ് ഇതുപോലെ പൊടിയായി അരിഞ്ഞത്. അപ്പോൾ നമ്മൾ തീ ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വതക്കുക. പിന്നെ 2 തണ്ട് കരിവേപ്പില കൂടി ചേർത്തിട്ട് നമ്മൾക്ക് അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ 200 ഗ്രാം റവയ്ക്ക് ഒരു 400 മില്ലി വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നതിന് ശേഷം ഇതൊന്ന് തീ കൂട്ടി വയ്ക്കാം. പിന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂണ് പഞ്ചസാരയാണ്. ഈ പഞ്ചസാര കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഉപ്പുമാവിനൊക്കെ പഞ്ചസാര കൂട്ടി കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ട് വെള്ളം തിളയ്ക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടി ഞാനിതൊന്ന് മൂടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ്, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതിൻ്റെ റവ അങ്ങനെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് നമ്മൾ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. എല്ലാവർക്കും അറിയാം, ഉപ്പുമാവ് ഉണ്ടാക്കാത്തവരും കഴിക്കാത്തവരൊന്നും ആരുമില്ല. എന്നാലും നമ്മുടെ ഒരു കുഞ്ഞു ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പം ഞങ്ങളിതൊക്കെ ഹോട്ടലിലൊക്കെ നല്ലതുപോലെ ഉണ്ടാക്കി വിജയിച്ചതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ പരുവത്തിലാവും. കാരണം ഒരുപാട് റവ അങ്ങോട്ട് കൊടുത്താൽ അത് ടൈറ്റായിട്ട് നമ്മൾക്കത് വെന്ത് കിട്ടില്ല. ഈ പരുവത്തിലാവുന്ന സമയത്ത് നമ്മൾ ഇതൊരു ലോ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് അടച്ച് വയ്ക്കുന്നു. 1 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഫ്ലെയിം ഓഫാക്കി. ഇനി അതിലേക്ക് 1 സ്പൂണ് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടി അത് 2-3 മിനിറ്റ് അടച്ച് വയ്ക്കാം. നമ്മളെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ നെയ്യിൻ്റെയും വെളിച്ചെണ്ണേൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. നമ്മൾ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ചുവന്നുള്ളി മൂപ്പിച്ചുകൊണ്ട് നല്ലൊരു ഹൃദ്യമായ ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ അതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇല്ല, നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റിയുമായ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.